ഫോണിൽ ഒരു പുതിയ ഫോൾഡർ നിർമ്മിച്ചാലോ? നമ്മുടെ ഗാലറിയിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ മറ്റുള്ളവർ കാണും. അത് കാണാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഫോൾഡർ നമുക്ക് ഫോണിൽ തന്നെ നിർമ്മിക്കുവാൻ സാധിക്കും. ഇനി നിങ്ങളുടെ വീഡിയോകളൊന്നും ആരും കാണുകയില്ല, വളരെ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ പറ്റി വളരെ നല്ലൊരു സെറ്റിങ്സാണ് ഞാൻ ചെയ്യുന്നത്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ, അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക. അതോടെ അവിടെ ആപ്ലിക്കേഷൻ എല്ലാം വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെ കാണുന്ന മൈ ഫയൽ എന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ മൈ ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെ ഇൻ്റർണൽ സ്റ്റോറേജ് ആണ് SD കാർഡ് എന്നീ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാൻ അവിടെ ഇൻ്റർണൽ സ്റ്റോറേജ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. നമുക്കിവിടെയാണ് ഇനി ഒരു കാര്യം ചെയ്തു വെക്കേണ്ടത്. അതിനുവേണ്ടി അതിന് നേരെ മുകളിൽ കാണുന്ന ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെ കാണുന്ന ഷോ ഹിഡൻ സിസ്റ്റം ഫയലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ സിസ്റ്റം ഫയൽ ഓഫ് ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിക്കുക. അതിനുശേഷം ഇൻ്റർണൽ സ്റ്റോറേജും SD കാർഡുമുള്ള ആ ഓപ്ഷനിലേക്ക് തിരിച്ചു വരിക. വീണ്ടും ഇൻ്റർണൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു സെറ്റിങ്സ് കൂടെ ചെയ്യേണ്ടതുണ്ട്. അതിന് 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ആ ക്രിയേറ്റ് ഫോൾഡറിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഫോൾഡർ 1 എന്നൊരു പോപ്പപ്പ് വന്നതായി കാണാൻ സാധിക്കും. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ചെയ്ത ശേഷം ഒരു ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം കോട്ടയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടക്കത്തിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷമേ പേജ് ടൈപ്പ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് ഹൈഡ് ഓപ്ഷനിൽ വരികയുള്ളൂ. കോട്ടയം എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവിടെ കോട്ടയം എന്നൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ കോട്ടയം ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ നോ ഫയൽ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫോൾഡർ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ 2 ഫോൾഡറാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. അതോടെ അവിടെ ഇങ്ങനെ ഓപ്ഷൻ വീണ്ടും വന്നതായി കാണാൻ സാധിക്കും. ഞാൻ അവിടെ നേരെ മുകളിലുള്ള ക്രിയേറ്റ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തു. മുമ്പ് ചെയ്ത പോലെ ഫോൾഡർ 1 എന്ന് വന്നു. ഞാൻ അവിടെ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫോട്ടോയ്ക്കും വേണ്ടിയുള്ള 2 രഹസ്യ ഫോൾഡറുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം വീഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു. അതോടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഫോൾഡർ അവിടെ വന്നതായി കാണാൻ സാധിക്കും. ഫോട്ടോ സൂക്ഷിച്ച് വെക്കാനുള്ള ഫോൾഡറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. അതോടെ ഇതിനു മുമ്പ് ചെയ്ത ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ആ ക്രിയേറ്റ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തു. അതോടെ അവിടെ ഫോൾഡർ 1 വന്നു. ഞാനത് ക്ലിയർ ചെയ്ത് കളയാൻ പോവുകയാണ്. ഞാനിവിടെ വീണ്ടും ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫോൾഡർ വേണമെങ്കിൽ നിർമ്മിക്കാൻ സാധിക്കും. തുടക്കത്തിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്തു. ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ നേരെ താഴെ കാണുന്ന ക്രിയേറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ അവിടെ 2 ഫോൾഡർ വന്നിട്ടുണ്ട്, ഫോട്ടോ ആൻഡ് വീഡിയോ. ഇതിലേക്ക് ഫോട്ടോയും വീഡിയോയും എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ സെക്ഷനുള്ള ഗാലറി ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ അവിടെ എല്ലാ ഫോട്ടോകളും വന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് ആവശ്യമായ ഫോട്ടോയിൽ ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഇൻ്റർണൽ SD കാർഡ് ഓപ്ഷനിലേക്ക് തിരിച്ചു വന്ന ശേഷം നേരെ മുകളിലുള്ള ഇമേജ് ക്ലിക്ക് ചെയ്തു. അതോടെ ഞാൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ഫോട്ടോകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോകളൊക്കെ വളരെ സുരക്ഷിതമായി നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കാണാവുന്ന രീതിയിൽ ഹൈഡ് ആകുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ആവശ്യമായ 2 ഫോട്ടോയിൽ ഞാൻ വീണ്ടും ടിക്ക് ചെയ്ത് കൊടുത്തു. ടിക്ക് ചെയ്ത് കൊടുത്ത ആ ഫോട്ടോകൾ നമുക്ക് കോട്ടയം എന്ന ഫോൾഡറിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി എളുപ്പത്തിൽ വേണേൽ ഇവിടെ ഈ സ്റ്റോറേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ സെക്ഷനിലേക്ക് വരാം. അതുകൂടാതെ ഇവിടെ ഈ സെർച്ച് ബാറിൽ ഞാൻ കോട്ടയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടെ കോട്ടയം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കോട്ടയത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ അവിടെ നിന്നും ആഡ് ചെയ്ത ഫോട്ടോ ഈ ഫോട്ടോ സെക്ഷനിലേക്ക് രഹസ്യമായി ഇടുവാനുള്ള ഫോൾഡറാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. നേരെ താഴെ മൂവ് ഗിയർ വന്നു, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ മൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അതിനുശേഷം വീണ്ടും ഇന്റേണൽ സ്റ്റോറേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അവിടെ കോട്ടയത്തിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫോട്ടോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഫോട്ടോകളെല്ലാം വന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ വീഡിയോയും ഇതുപോലെ ആഡ് ആക്കാം. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മൈ ഫയലിൽ കയറി നോക്കിയാൽ കോട്ടയം എന്ന് അവിടെ കാണാൻ സാധിക്കും. അതും നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ട സെറ്റിങ്സ് വേറെയുണ്ട്, അതിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഇനി ആര് നിങ്ങളുടെ ഈ മൈ ഫയലിൽ വന്ന് നോക്കിയാലും നിങ്ങളുടെ വീഡിയോ കാണില്ല. അതുപോലെയാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി വീണ്ടും 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ വീണ്ടും അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ സെറ്റിങ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നേരത്തെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ ഓൺ ആക്കി കൊടുത്തത് അതങ്ങ് ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക് അടിച്ചു. തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും ആ ഫയലിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ച കോട്ടയം എന്ന ഫോൾഡർ കാണുവാനില്ല. തിരിച്ചു വന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കോട്ടയം എന്ന ഫോൾഡർ ഹൈഡ് ആയിരിക്കുകയാണ്. ഇതോടെ നിങ്ങൾ ഏത് വീഡിയോ ആഡ് ചെയ്താലും ഫോട്ടോ ആഡ് ചെയ്താലും അത് ഹൈഡ് ആകും. ഇനി നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കുറച്ച് മുമ്പ് ഓഫാക്കിയ സിസ്റ്റം ഫയൽ ഓൺ ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം ബാക്ക് അടിച്ച് തിരിച്ചു വന്ന് നിങ്ങൾ നോക്കുമ്പോൾ കോട്ടയം എന്ന ആ ഫോൾഡർ അവിടെ വീണ്ടും കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് ഇതുപോലെ പ്രയോജനകരമായ വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗാലറിയിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഈ ഫോൾഡറിലേക്ക് ആഡ് ചെയ്ത ഈ ഫോട്ടോകളോ വീഡിയോകളോ നമുക്ക് ക്യാലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അതിനുവേണ്ടി വീണ്ടും നിങ്ങൾ കോട്ടയം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഫോട്ടോ സെക്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഫോട്ടോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫോട്ടോകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ എത്ര ഫോട്ടോകളുണ്ടോ, എനിക്കിപ്പോൾ 2 ഫോട്ടോകളെ അതിൽ 2 ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നേരെ താഴെ കാണുന്ന മൂവ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ സെർച്ച് ബാർ മുകളിൽ കാണും. ഞാൻ അവിടെ DCIM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ അവിടെ പറഞ്ഞ പോലെ DCIM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതോടെ നേരെ താഴെ DCIM വന്നു. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ ആ ഫോട്ടോകളെല്ലാം അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ചെന്ന് നോക്കിയാൽ ഗാലറിയിൽ വന്നതായി കാണാൻ സാധിക്കും. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാവുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.